ഒറിഞ്ചു നീ വന്നില്ലല്ലോ അണ്ണാ. എവിടെ പോയിരിക്കുവാ? എന്നോട് ചോദിച്ചാല് എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ അറിയാൻ പറയാത്തതാ. ഇന്നിപ്പോ 9 ആവുന്നു. വീട്ടിലാർക്കും ഒരു സമാധാനവും ഇല്ല. അമ്മച്ചിയാ പറഞ്ഞത് ഇവിടെ ചോദിക്കാൻ. ഇവിടെ വന്ന് ചോദിച്ചാല് ഞാൻ അവനെ എങ്ങോട്ടും പറഞ്ഞയച്ചിട്ടില്ല. അണ്ണൻ പറയാത്തതാ. അറിയാം എവിടെ ഉണ്ടെന്ന്. എന്ത് സലോമി, നിന്റെ അനിയൻ പയ്യനോടി കാണാനല്ലോ കുറച്ചു ദിവസമായിട്ട്? അറിഞ്ഞൂടാ. ആ പയ്യന്റെ പെങ്ങള് ഇപ്പൊ അതാ കടയിൽ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അവൾ അറിഞ്ഞിട്ടില്ല ആങ്ങളെ പോയ കാര്യം. അവനെ മാത്രം നമ്പി നിൽക്കുന്ന ഒരു കുടുംബമാ. പോയവനെയും കാണുന്നില്ല. I was about to ask you, നിങ്ങളുടെ പോയ ഫ്രണ്ട് തിരിച്ചു വന്നു? ഇല്ല. പോവണ്ടായിരുന്നു. അയാളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. എങ്ങനെ? അവരെ തമ്മിൽ കാണാതിരുന്നാൽ മതി. കണ്ടാൽ he's a killer. കൊല്ലാൻ അവന് ഒരു പ്രയാസവുമില്ല. അവൻ തിരിച്ചു വരുന്നതുവരെ നീ റൂമിന് പുറത്തു പോവില്ല. വന്നില്ലെങ്കിൽ എങ്കിൽ നീ റൂമിലും കാണില്ല. അറിഞ്ഞോ? എന്ത്? കടപ്പുറത്ത് പൊറിഞ്ചോന്റെ പ്രേതം അടിഞ്ഞു കിടക്കുന്നു. ആരും അടുത്തിട്ടില്ല. പോലീസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുക എല്ലാവരും. പോലീസ് വല്ലതും ചോദിച്ചാൽ എന്തിനു പറയണം? ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാ മതിയോ? ഒന്നും അറിഞ്ഞൂടല്ലോ. അയ്യപ്പൻ സ്വാമി സത്യം അറിഞ്ഞൂടാ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. എല്ലാരും കൂടി കൊണ്ടുപോയി അവനെ കൊന്നു. നേരോ കള്ളമൊന്നും അറിയാമല്ല. ഒരു ന്യൂസ് കേട്ടു. ആറ്റിങ്ങലിനപ്പുറത്ത് ഒരു ലെവർ ക്രോസിൽ അങ്കിളിന്റെ കാറ് കിടക്കുന്നു. കാറിനകത്ത് കാന്തിയുടെ ബോഡി ഇരിക്കുന്നു. ആരോ കുത്തിക്കൊന്നിരിക്കുക. ഏതായാലും നമ്മളൊന്ന് മാറിക്കോ. പോലീസിന് ആദ്യത്തെ അവരുടെ ഇളക്കത്തിനിടയിൽ ആരാ എന്താണെന്നും നോട്ടം കാണിക്കണം. നമ്മൾ എന്തിനാ മാറുന്നേ? അല്ല, അതിന്റെ ആവശ്യമില്ല. മറ്റവന്മാരല്ല എവിടെടാ പോയി? നീ മോണയിപ്പിക്കും. അടച്ചേക്കട്ടെ. എന്തിനെ? വേണ്ട. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ മാറിക്കോ. അങ്ങനെ ഞാൻ മാറുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അവൻ കൊല്ലും. എനിക്കറിയാം. പോയിറങ്ങി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോ. ഞെക്കി കൊല്ലാൻ കഴിവില്ലാത്തോണ്ട് പറയാ. എവിടേക്കെങ്കിലും ഒന്ന് പോ. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും. നമ്മളെല്ലാം ഇപ്പൊ അകത്താകാൻ പോവാ. ഞാനായിട്ട് നിന്നെ പിടിച്ചു കൊടുക്കത്തില്ല. ഒരു ദിവസം ഇവിടെ കൊണ്ടിട്ട് പോയതുകൊണ്ട്. പക്ഷെ അകത്തായാൽ ഞാൻ എല്ലാം പറയും.
മുറി പൂട്ടുന്നില്ല. നേരാണോ ഈ കേൾക്കുന്നത്? അങ്ങനെ കേട്ടു. കേട്ടേ ഉള്ളൂ, ഒന്നും അറിഞ്ഞൂടെ? അറിഞ്ഞൂടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. എനിക്കറിയാം, എന്റെ അണ്ണന്റെ ശവം നിങ്ങൾ അറിയാൻ നിങ്ങളുടെ കാറിനകത്ത് ഇരിക്കില്ല. എനിക്ക് ഉറപ്പാണ്. സത്യത്തിൽ എന്തിനെ നിങ്ങൾ സത്യം പറയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സത്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാശ് മതി. നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി എന്റെ അണ്ണനെ ചതി പറഞ്ഞയച്ച്. വേഗം തട്ടിയിട്ട് മാറിക്കോ, അവർ അങ്കിളിനെ തപ്പി വരുവാണ്. എന്നെ? ആ, ഒരു പടയുണ്ട്. ഒന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. ആ, കടയടച്ചോ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ. ഏയ്, 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 There's a lot of police there. I wonder what they're doing. Isn't he the man from the restaurant? ആ പെണ്ണിന്റെ മരണമാണ് എന്നെ 5 വർഷം ഇതിനുള്ളിലാക്കിയത്. മറ്റു 2 കൊലപാതകങ്ങളുമായി എന്നെ നേരിട്ട് ബന്ധിക്കാൻ അവർക്ക് തെളിവൊന്നുമില്ലായിരുന്നു. എന്നെ എന്നല്ല, ആരെയും അതുമായി ബന്ധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഫാബിയൻ റമറസിനെ പറ്റി പറഞ്ഞപ്പോ പോലീസുകാർക്ക് അതൊരു തമാശയായി മാറുന്നത് ഞാൻ കണ്ടു. അവർക്കതങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം ഫാബിയൻ അവർക്ക് കൊത്താനുള്ള ഒരു ഇരയായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഫാബിയൻ എന്റെ മുൻപിൽ വന്ന് പെട്ടപ്പോ എനിക്കറിയാമായിരുന്നു പോലീസിനെ വിളിച്ച് ഇതാണ് ഫാബിയൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിലും വിശേഷം ഒന്നും ഉണ്ടാവില്ലെന്ന്. കാരണം അവനെതിരെ നിരത്താൻ എനിക്ക് തെളിവൊന്നുമില്ലായിരുന്നല്ലോ, ഒറ്റ ഒന്നുപോലും. ജയിലിനുള്ളിൽ ഫാബിയൻ രാജാവിനെ പോലെ സുരക്ഷിതനായിരുന്നു. അതിനുള്ളിൽ വെച്ച് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൻ പുറത്തു വരാൻ വേണ്ടി 14 കൊല്ലം കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കുണ്ടായിരുന്നില്ല. അവനെ പുറത്തിറക്കേണ്ടത് അങ്ങനെയാണ് എൻ്റെ ആവശ്യമായി തീർന്നത്. പുറത്ത് കിട്ടിയ 8 മാസം കൊണ്ട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. തീയതിയും ആളും സമയവും എല്ലാം. You promised me that you will inform me the date today. My cash is ready. You wanted me to arrange the money before October. I have arranged. When? Anytime. It is ready there. പുറത്തിറങ്ങിയാൽ അതെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടോ? ഉണ്ട്. Then ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യൂ. You arrange it on October 2nd. October 2nd. ഇവിടെ അന്ന് ഫെസ്റ്റിവൽ ദിവസമാണ്, ഗാന്ധി ജയന്തി. Gandhi Jayanti. ആ അന്വേഷണത്തിന്റെ അന്ത്യം മനുഷ്യ മനസ്സിന് ഗുണപാഠങ്ങളായി തീരേണ്ട നിഗമനങ്ങളുടെ ശാദ്വല ഭൂമികളിലാണ്. ആത്മസംയമനം, മനസ്സംയമനം, മഹാത്മജിയുടെ ആദർശങ്ങൾ മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള മഹാഭാഗ്യം ഈ സ്ഥിതിവിശേഷത്തിന് സംജാതമായി. എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ, എന്താണ് നമ്മൾ ഈ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്? ഈശ്വരൻ നമ്മിൽ തന്നെയാണ്. നമ്മളിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. നമ്മളത് തിരിച്ചറിയണം. അതെങ്ങനെ അറിയണം?
ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വചനം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്ത ഐറ്റം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അതിനായി ഞാൻ ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവരെ ക്ഷണിച്ചോളും. അടുത്ത ഐറ്റം സമ്മാനദാനമാണ്. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജിയാണ് ഇന്നിവിടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. സമ്മാനം വാങ്ങേണ്ടവർ സ്റ്റേജിന്റെ ഇടതുവശത്തേക്ക് എത്രയും പെട്ടെന്ന് വന്നു നിൽക്കണം. സമയമില്ല. സമ്മാനത്തിന് അർഹരായവർ ഈ സ്റ്റേജിന്റെ ഇടതുഭാഗത്തേക്ക് വന്നു നിൽക്കണം. സമ്മാനം വാങ്ങി സ്റ്റേജിന്റെ വലതുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളണം. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവർക്ക് ഈ യോഗത്തിന് ശേഷം മറ്റൊരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ ഇനി അടുത്ത ഐറ്റം ഉപസംഹാരമാണ്. അധ്യക്ഷന്റെ ഉപസംഹാരം. നാളെ കാലത്ത് വരുമ്പോ അതിന്റെ വിവരം പറയണം. നീ ചെല്ലടേ, ചൂടാകാതെ. ചൂടാകൊന്നുമല്ല. ആ എനിക്ക് പറയാനുള്ളതെല്ലാം ബഹുമാനപ്പെട്ട സ്വാമിജിയും മറ്റ് പ്രാസംഗികന്മാരും ഇതിനോടകം ഇവിടെ പരാമർശിച്ചു. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടുന്ന ആ മഹാത്മാവിനോട് നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസരം സമുചിതമായി ആഘോഷിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരിക്കൽ മാത്രം പിറന്നു വീഴുന്ന
കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. വയറ്റിലല്ലാതെ പിന്നെ എവിടെ ആശാനെ? ശ്വാസവാസത്തിൽ കിടക്കുവോ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു പോയതാ. ചിലപ്പോ ഒന്ന് തള്ളി തരേണ്ടി വരും. വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ലേ തള്ളിത്തരാൻ? എടുത്തു മാറ്റണോ വണ്ടി? ദേ ചൂടാകല്ലേ. ആദ്യം സംഗതി അനങ്ങുമെന്ന് നോക്കട്ടെ. ഇവന് സ്വല്പ ഇടത്തുവാക്കുള്ള കൂട്ടത്തില.